ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? മാൻഡ്രിഡ് ഇത്രയും നല്ലൊരു ടീമുണ്ടായിട്ട് ഓരോ പൊസിഷനിലും ആര് കളിക്കണമെന്ന് പരസ്പരം തന്നെ തർക്കിക്കാൻ പറ്റിയ ലൈനപ്പ് ഉണ്ടായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലോകോത്തര താരങ്ങളുണ്ടായിട്ട് ഒരു മൊത്തത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കേട്ടോ. മത്സരങ്ങളൊക്കെ കാണുമ്പോഴേ ലോകോത്തര താരങ്ങളിൽ മുൻപന്തിയിരിക്കുന്ന താരമാണ് ഒന്ന് കിലിയൻ എംബാപ്പെ, തൊട്ട് പിറകെ വിനീഷ്യസും ഉണ്ട്. ഇപ്രാവശ്യത്തെ ബാലൺ ഡി ഓർ മുൻപന്തിയിലുള്ള താരമാണ് വിനീഷ്യസ്. അതുപോലെ ബ്രസീലിൻ്റെ പുതിയ താരം എൻട്രിക്കോ, അതുപോലെ റോഡ്രിഗോ, അങ്ങനെ ഒരു പിടി താരങ്ങളുള്ള ടീമാണ്. ഇങ്ങനെ ഒന്നും പോയാൽ ഒരിക്കലും നടപടിയാവില്ല. ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമല്ല. ഇത് മറ്റേ ആൾ കൂടിയാൽ പാമ്പ് ചാവൂല എന്ന മാതിരി PSG ഉണ്ടായല്ലോ നമുക്കൊരു അനുഭവം. മെസ്സി, നെയ്മർ, എംബാപ്പെ, റാമോസ്, ഇറ്റലിൻ്റെ കീപ്പർ ഡോണറുമ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഓർമ്മ കിട്ടില്ല. ഒരു മികച്ചൊരു 11, അത്രയും വലിയ 11 ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ആ 11 നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് ആൾ കൂടിയ പാമ്പ് ചാവൂല എന്നുള്ളത്. എന്നാൽ മാതിരി റയലിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണോ? റയലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ യുവതാരങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി ഇതിലും ബെറ്ററായിട്ടുള്ള പെർഫോമൻസൊക്കെ റയലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് എംബാപ്പെ ഫസ്റ്റ് കളി തന്നെ സ്കോർ ചെയ്ത്, ഫസ്റ്റ് കളിയാണ് സൂപ്പർ കപ്പ് ഫൈനലിലാണ് സ്കോർ ചെയ്തത്. ഫസ്റ്റത്തെ കളി തന്നെ കപ്പും കിട്ടി. മികച്ചൊരു 11 മികച്ച താരങ്ങളാണ് ടീമിലുള്ളത്. പക്ഷേ നമ്മളെ റയലിൻ്റെ കോച്ച് എൻജലോട്ടിക്ക് വരെ ഇപ്പോൾ ടീമിൻ്റെ കാര്യത്തിൽ ഒരുമാതിരി ഒരു ഇതൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം ഇൻ്റർസെൻറ്റിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ബോൾ കിട്ടിയ സ്പീഡിൽ റൺ ചെയ്യണില്ല, മൂവ് ചെയ്യണില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല. റയലിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഈ സീസണിൽ ഇതല്ല പ്രതീക്ഷിക്കണത്. കാരണം റയൽ പറയുമ്പോൾ റയലിനെക്കാട്ടും നല്ല ടീം നിലവിലിപ്പോൾ ടീം സ്കോഡ് എടുത്ത് കഴിഞ്ഞാൽ, അതുപോലെ ലൈനപ്പ് എടുത്ത് കഴിഞ്ഞാൽ റയലിൻ്റെ അത്ര പോകുന്ന ടീം നിലവിലില്ല.